കല്ലോട് കല്ല് വീണുപോയി മണ്ണടിഞ്ഞു പോയ സ്ഥലത്ത് പോലും ശിലകളിൽ ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ മഹാക്ഷേത്രങ്ങളായി മാറുകയാണ്. നമ്മുടെ സനാതന ധർമ്മം, ഹിന്ദു ധർമ്മത്തിന് അങ്ങനെ ഒരു പേരുണ്ട്, സനാതന ധർമ്മം. സനാതനം എന്നതിന് നാശമില്ലാത്തത് എന്നാണ് അർത്ഥം. എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും നശിക്കാത്തതാണ് സനാതനം. ആയിരക്കണക്കിന് വർഷമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത, ആരെയും ഉപദ്രവിക്കാത്ത, ആരെയും ദേഷിക്കാത്ത, എല്ലാവർക്കും സുഖമുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ച സർവേപി സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നയാ, ആർക്കും ദുഃഖം വരാതിരിക്കട്ടെ എന്നാണ്. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യം ഉണ്ടാകട്ടെ, സർവത്ര മംഗളം ഭവിക്കട്ടെ, ആർക്കും ദുഃഖം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന, എല്ലാവർക്കും, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി തന്നെ ജീവിക്കുന്ന ഒരു ജനതയാണ് ഹിന്ദു ജനത. നമ്മളാരുടെയും മെക്കിട്ട് കയറാൻ പോകാറില്ല, ആരെയും അവരുടെ ആരാധനാലയങ്ങൾക്ക് തകരാറുണ്ടാക്കാൻ പോകാറില്ല. നമ്മളെല്ലാവരെയും സ്വീകരിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ നാട്ടിലേക്ക് വന്ന എല്ലാവരെയും സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് ആരാധനാലയങ്ങൾ പണിയാനുള്ള ഭൂമി കൊടുത്തിട്ടുണ്ട്, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ തിരിച്ച് പലപ്പോഴും അങ്ങനെയുള്ള സൗഹൃദവും സൗമനസ്യവും അല്ല കിട്ടിയത്. പലപ്പോഴും നമുക്കെതിരായി, നമ്മുടെ ധർമ്മത്തിനെതിരായിട്ടുള്ള നിരവധി ആക്രമണങ്ങൾ നടന്നു. പക്ഷെ ഇത് നശിക്കുന്നില്ല, കാരണം ഇത് സനാതനമാണ്. കടൽ തീരത്ത് പോയി നമ്മൾ നിന്നാൽ ഒരു തിരയിങ്ങനെ, ഏറ്റവും മുന്നിൽ ഇങ്ങനെ തിരയിങ്ങനെ ഉയർന്ന് ചീറി അടിക്കുന്നതാണ്. ആ തിര ഉയർന്ന് അത് താഴെ വീഴും. പക്ഷെ അതോടുകൂടി തിര അവസാനിക്കുന്നില്ല. അതിന്റെ പിറകിൽ ഒരു കുഞ്ഞു തിരയുണ്ടാവും, അതിൻ്റെ അപ്പുറം അതിനേക്കാളും ചെറിയൊരു തിരയുണ്ടാവും, അതിൻ്റെ അപ്പുറം ഒരു ഓളവും, അതിനപ്പുറം ഒരു ചിറ്റോളവും, അതിനപ്പുറം ഒരലയും, അതിനപ്പുറം ഒരു അനക്കവും ഒക്കെ ആയിട്ട് കടൽ എപ്പോഴും ഇങ്ങനെ ഇളകിയിട്ട് തിരകളെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ധർമ്മം, നമ്മുടെ സമാജം ഒരിക്കലും നശിക്കാതെ, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ കടലിലെ തിരമാലകൾ പോലെ നിരന്തരമായി ഈ മഹാധർമ്മം വിജയിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് വെല്ലുവിളികൾ പുറത്തു നിന്നും അകത്തു നിന്നും നമ്മുടെ ധർമ്മത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട്. എത്രയെത്ര ആക്രമണങ്ങൾ, എത്രയെത്ര യുദ്ധങ്ങൾ, എത്രയെത്ര പോരാട്ടങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ധർമ്മത്തെ നശിപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. നമ്മളെ കീഴടക്കി എന്നവർ പറയും. എത്രയെത്ര വിദേശ ശക്തികൾ നമ്മുടെ നാടിനെ കീഴടക്കി, പക്ഷെ അവർക്ക് പൂർണ്ണമായും കീഴടങ്ങി കൊടുത്തിട്ടില്ല നമ്മൾ. എന്നാൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കെട്ടുറപ്പില്ല. അമ്പലത്തിൽ പോകാനും അവകാശമുണ്ട്, പോകാതിരിക്കാൻ അവകാശമുണ്ട്, തൊഴാൻ അവകാശമുണ്ട്, തൊഴാതിരിക്കാൻ അവകാശമുണ്ട്, നാമം ജപിക്കാനും അവകാശമുണ്ട്, നാമം ജപിക്കാതിരിക്കാനും അവകാശമുണ്ട്, വിളക്ക് വെക്കാനും അവകാശമുണ്ട്, വിളക്ക് വെക്കാതിരിക്കാനും അവകാശമുണ്ട്. ഞാൻ വിളക്ക് വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്നെ തല നമ്മൾ എടുക്കുന്ന ആരും പറയില്ല. അമ്പലത്തിൽ വന്നിട്ടില്ലെങ്കിൽ നിന്നെ പുറത്താക്കും, സമൂഹത്തിൽ നിന്ന് പുറത്താക്കും ആരും പറയില്ല. അങ്ങനെ നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള ഒരു ചിട്ട നമുക്കില്ല. നമുക്ക് ചിന്താ സ്വാതന്ത്ര്യമുണ്ട്, നമുക്കതിനുള്ള അവകാശമുണ്ട്. മതപാഠശാല നടത്തിയിട്ട് അതിൽ നിർബന്ധമായും വന്നുകൊള്ളണം എന്നില്ല.
മറ്റു പലർക്കും ഞായറാഴ്ചകളിൽ ക്ലാസ് ഉണ്ട്, വെള്ളിയാഴ്ചകളിൽ ക്ലാസ് ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നിട്ടും ഇതിങ്ങനെ നിലനിൽക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിലെ രാഷ്ട്രീയ നേതാവ്, ഒരു MLA ആണ്, മുമ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാളാണ്, മലപ്പുറത്തുള്ള ഒരാളാണ്. മൂപ്പര് ഇങ്ങനെ പറയുണ്ടായി, അവരുടെ ഒരു മതത്തിന്റെ നോമ്പുതുറ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറയുണ്ടായി, നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിലെ മതം കൊടുക്കുന്നുണ്ട്, മതവിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹിന്ദുക്കളെ കുട്ടികൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല. പക്ഷെ നമ്മളെ നാട്ടിൽ ഓരോ കുരുത്തക്കേടുകൾക്കെല്ലാം പിടിക്കുന്നതും മയക്കുമരുന്ന് പിടിക്കുന്നതും ഇതെല്ലാം നോക്കുമ്പോൾ നമ്മളെ മതത്തിൻ്റെ ആളെ പിടിക്കുന്നു. ഹിന്ദുക്കൾക്ക് ചെറുപ്പത്തിലെ മതമൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിലും ഈശ്വരീയത പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിലും അവരുടെ കുട്ടികൾ ഇങ്ങനെ വഷളാവുന്നില്ല. കൊല്ലംപറമ്പിൽ ബോർവെൽസ്, ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു. മാസ്റ്റർ ഡ്രില്ലിംഗ്, ട്രാക്ടർ ഡ്രില്ലിംഗ്, ഇൻവെൽ ഡ്രില്ലിംഗ്. കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം. കേരള സർക്കാർ അംഗീകൃത ഏജൻസി.